Hello guys. Guys, അടിപൊളിയായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് MGM നമ്മളിതാ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നമ്മളിതാ ഇറങ്ങുവാണേ. ബസ്സിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഭയങ്കര വൈബായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ തന്നെ എല്ലാവരും ഓണായിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇത് തെന്മല എത്തിയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ 3 ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇടിയപ്പവും മുട്ടക്കറിയും പൂരി മസാലയും പിന്നെ അപ്പവും ആയിരുന്നു. നമ്മൾ കുറച്ച് പേര് വാങ്ങിച്ചത് ഈ ഒരു ഇടിയപ്പവും മുട്ടക്കറി ആയിരുന്നു. ആവറേജ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. പിന്നെ അവിടുത്തെ കുറച്ച് വ്യൂവും കണ്ടതിന് ശേഷം നമ്മളിതാ ഈ ഒരു ചായ കുടിച്ച് അടിപൊളി ചായ ആയിരുന്നേ. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തെന്മലയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കല്ലട ഡാം കാണാനായിട്ട് പോവാണേ. ഈ ഒരു ഡാം കാണണമെങ്കിൽ മാക്സിമം ഒരു 400 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ കയറണം. നല്ലപോലെ ക്ഷീണിക്കും. നല്ല വ്യൂ ആണ് ഇവിടെ നമ്മൾ കയറി വരുന്ന ടൈമിൽ. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് നമ്മൾ നടന്ന് നല്ലപോലെ ക്ഷീണിച്ചപ്പോൾ നമ്മളൊരു കോഫി ഷോപ്പിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടേ. അത് ആരാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ഈ ഒരു ലൗലോലിക്കാണ് വാങ്ങിച്ചത്. നിങ്ങളുടെ നാട്ടിൽ അത് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോൾ ഇതുപോലുള്ള കുറേ ജീവികൾ നമ്മൾ കണ്ടേ. പിന്നെ ഈ കുറച്ച് പൂവൊക്കെ കളക്ട് ചെയ്ത് എന്തിനാണെന്നുള്ളത് കണ്ടോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എൻ്റെ മുടിയിൽ ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. പിന്നെ നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ ഈ ഒരു മാങ്ങയും അതുപോലെ തന്നെ ഈ ഒരു അരിനെല്ലിക്കയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചേ. അങ്ങനെ അതും കഴിച്ച് നടന്ന് കാണുമായിരുന്നേ നമ്മൾ ഈ ഒരു ഡാം. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് തെന്മല. ഇവിടെ എന്തായാലും വരണേ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. നമ്മുടെ ഫാമിലിയാണ് ഇത്. ഇനി നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണേ. അതെവിടെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനും കാണണേ. സോ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ബസ്സിലായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സ്ഥലം മനസ്സിലായി കാണും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ പാലരുവി വാട്ടർഫോൾസിൽ നമ്മൾ എത്തിയേ. മാക്സിമം എൻജോയ് ചെയ്ത് കുളിച്ചൊക്കെയാണ് നമ്മൾ തിരിച്ച് കയറിയത്. ഗൈസ് അടിപൊളിയായിരുന്നു. ഗൈസ് നമ്മൾ കുളിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. ഉച്ചത്തെ ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ടൂർ പാക്കേജിലുള്ള ആ ഒരു ചേട്ടന്മാരായിരുന്നേ. ഈ ഒരു ബസ്സിനെ പറ്റിയൊക്കെ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നേ. നമ്മളെല്ലാവരും അത് ഫുള്ളും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ തന്നെ നമുക്ക് ഐസ്ക്രീമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വാനില ഐസ്ക്രീമാണ്. കുറേ നാളെ ഇതിലെ ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട്. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷനായ കുറ്റാലത്തോട്ട് പോവുകയാണേ. അവിടെയും വാട്ടർഫോൾസ് ആണ്. പിന്നെ അവിടെ ഈ ഒരു കട മാത്രമേ ഉള്ളൂ ഫാൻസി ഷോപ്പായിട്ട്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ്. ഈ ഒരു ബൊമ്മയുടെ വീഡിയോ എടുക്കാനാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കി നമ്മൾ അങ്ങനെ നിൽക്കുമായിരുന്നേ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. പക്ഷെ കളക്ഷനും കുറവായിരുന്നു. ഭയങ്കര വിലയുമാണേ. പിന്നെ ഈ ഒരു ടോയ്സ് ആയിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ വില കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മൾ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും മാത്രം സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങേണ്ട അവസ്ഥയാണ് വന്നത്. നമ്മുടെ ഉദ്ദേശം മെയിൻ ഫുഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡിലോട്ട് തന്നെ പോയി. ഈ ഒരു കോളിഫ്ലവർ ബജി വാങ്ങിച്ച അടിപൊളിയായിരുന്നു. പക്ഷെ ഇച്ചിരി കൂടി ചൂടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കീ ചെയിൻ വാങ്ങാനാണ് വന്നത്. ഇതെൻ്റെ ഫ്രണ്ടിന് വാങ്ങാനാണ് വന്നത്. നമ്മൾ അതിൽ പേരൊക്കെ എഴുതി തരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വാങ്ങാനായിട്ട് പോയത്. അങ്ങനെ ഞാനും ഒരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു മാങ്ങ കണ്ടേ. മാങ്ങ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു അപ്പൂപ്പനെ കണ്ടത്. ഈ ഒരു അപ്പൂപ്പൻ എന്നെ കണ്ണ് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടോ. വിവാഹം ഉറപ്പായിട്ട് നമുക്ക് നടക്കും. ആണോ? ഉറപ്പാണോ? ഉറപ്പ് തന്നെ. ഇനിയിപ്പോൾ ഒരു ചെറുക്കൻ കണ്ട് രാത്രി കിടക്കുന്നൊരു സ്വപ്നം കണ്ടാ കിടക്കുന്നത്.
ഉറക്കം പോലും വരുന്നില്ല. ആണോ? ഇത് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ട് പറഞ്ഞതല്ല, എന്റെ കണ്ണ് നോക്കി പറഞ്ഞതാണേ. അപ്പൊ എന്റെ ഫ്രണ്ട് മദന്റെ ഒരു ആഗ്രഹം അവനെ കുറിച്ചും കൂടെ ഒന്ന് പറയണമെന്ന്. അങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങളിതായി കണ്ടോ. 25 വയസ്സ് വരപ്പോ 2 പെണ്ണിനെ എനിക്ക് എത്തും. ഒരു പെണ്ണിനെ സ്റ്റെപ്നി ആയിട്ട് പിന്നെ നമ്മളിതാ ബസ്സിൽ കയറി പഴയ വൈബ് തുടങ്ങി. അടിപൊളിയായിരുന്നു. ഈ ഒരു ബസ് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ ലീഡ് ചെയ്ത 3 ചേട്ടന്മാരാണ്, ആദർശ്, കൃഷ്ണരാജ്, അമൽ. ഈ 3 ചേട്ടന്മാർക്കും ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. കാരണം അടിപൊളി വൈബായിരുന്നു. പറയാതെ തന്നെ അടിപൊളി വൈബ് നമുക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ടൂർ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയേ. അടിപൊളി വൈബാണ്, നമ്മൾ ഗ്യാരണ്ടി ആണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മുടെ MGMന് ഇത് കുറേ വട്ടമാണ് ഇവർ ടൂർ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്നത് ഈ ഒരു പാം റോയൽ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുന്ന് നമുക്ക് ബട്ടർ ചിക്കനും ഈ ഒരു ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ആയിരുന്നേ. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഫുഡായിരുന്നു. ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഫ്രീ ആയിട്ട് തന്നതാണ്. നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആണെങ്കിൽ ആ ഒരു ഐസ്ക്രീം ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. മറ്റത് നമ്മൾ അല്ലാണ്ട് വാങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് ആഘോഷമായിരുന്നു. ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും. അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ ആരും ഒരിക്കലും മറക്കത്തില്ലേ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആ ഒരു വൈബ് വിടാതെ സ്കൂളിൽ എത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ എല്ലാവരും പിരിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. അപ്പം നിങ്ങൾ ഇനി ഈ സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.